എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഭഗവത്ഗീതയുടെ കർമ്മയോഗം അടുത്ത ഒരു ശ്ലോകം, ചാപ്റ്റർ 3 അടുത്ത ഒരു ശ്ലോകം 40 നോക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആഗ്രഹങ്ങൾ ആണ് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഇവിടെ സത്യവും മിഥ്യയും അല്ലെങ്കിൽ നല്ലതും ചീത്തയും ഒക്കെ തിരിച്ചറിയാനുള്ള മനസ്സിൻ്റെ ശക്തിയെ ശരിക്കും ഉപയോഗപ്പെടുത്താത്തതാണ് നമ്മുടെയൊക്കെ ഒരു പ്രയാസം. അതിനെയാണ് വിവേചന ശക്തി എന്ന് പറയുക, ഡിസ്ക്രിമിനേഷൻ പവർ. അപ്പോൾ ഇവിടെ 40ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും അർജുനനോട് പറയുന്നു, ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ് അർജുന കാമത്തിൻ്റെ ഇരിപ്പിടങ്ങൾ. കാമം എന്ന് പറയുമ്പോൾ പലതരം ആഗ്രഹങ്ങളാണ്. അപ്പോൾ ആ ആഗ്രഹം, ഈ കാമം അവയെ ഈ കാമം കൊണ്ട് ജ്ഞാനത്തെ മറച്ചിരിക്കുന്നു. അതാണ് നമ്മൾ കുറേ ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു, ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അതായത് തീ പുക കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ, അഴുക്കുകൊണ്ട് കണ്ണാടി മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന പോലെ ജ്ഞാനത്തെ കാമം മറച്ചിരിക്കുന്നു. അപ്പോൾ ഈ കാമം, പലതരം ആഗ്രഹങ്ങൾ നമുക്ക് വരുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഒരു അറിവ് ഇല്ലാതെ പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പം ശരിക്കുള്ള എല്ലാ മനുഷ്യനും ശരിക്കും അവൻ്റെ ഉള്ളിൽ ജ്ഞാനം ഉണ്ട്. പക്ഷെ ആ ജ്ഞാനം എങ്ങനെയാണോ തീയെ പുക മറച്ചിരിക്കുന്നത്, അതുപോലെയാണ് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ജ്ഞാനത്തെ മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ മറഞ്ഞിരിക്കുന്ന ആ ജ്ഞാനത്തെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ എല്ലാ എന്താ പറയുക സാധനകളുടെയൊക്കെ ഉദ്ദേശം. അപ്പോൾ വായിക്കാം ശ്ലോകം. ധ്യാനം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേകരും യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്ലോകം 40, ചാപ്റ്റർ 3 കർമ്മയോഗം, ഭഗവത്ഗീത. ഇന്ദ്രിയാണി മനോബുദ്ധിരസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹേത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. റിപ്പീറ്റ് ചെയ്യാം. ഇന്ദ്രിയാണി മനോബുദ്ധിരസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹേത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. അപ്പോൾ എന്താണ് ഇത് പറയുന്നത് നോക്കാം. ഇന്ദ്രിയാണി മനോബുദ്ധി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും. അസ്യ ഈ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാമത്തെക്കുറിച്ചാണല്ലോ. അപ്പോൾ ഈ കാമത്തിൻ്റെ അധിഷ്ഠാനം ഉച്യതേ. അധിഷ്ഠാനം ഇരിപ്പിടം എന്നാണ് പറയുക. അധിഷ്ഠാനമാണെന്ന് പറയപ്പെടുന്നു. ഏഷ ഏതൈ. അപ്പോൾ അതുകൊണ്ട് ഈ കാമം അവയെ കൊണ്ട് ഏഷ എന്ന് പറയുമ്പോൾ ഈ എന്നുള്ള അർത്ഥമാണ്. ഇത്, ഇവ എന്നൊക്കെ പറയുന്ന പോലെ ഈ എന്ന് പറയുമ്പോൾ ഈ കാമം ഏതൈ ഇവയെ കൊണ്ട് ജ്ഞാനം ആവൃത്യ, ജ്ഞാനത്തെ മറച്ചിട്ട്, ജ്ഞാനം തന്നെ ആവൃത്തിയെ മറച്ചിട്ട് ദേഹിനം വിമോഹേതി, ജീവനെ മോഹിപ്പിക്കുന്നു. അപ്പോൾ ജ്ഞാനത്തെ മറയ്ക്കുമ്പോഴാണ് നമുക്ക് അറിവില്ലാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ജീവനെ, ആ ഒരു ജീവാത്മാവിനെ, ആ മനുഷ്യനെ മോഹിപ്പിക്കുന്നു എന്ന കാരണം ജ്ഞാനം മറയുമ്പോൾ അവൻ പല ബുദ്ധിമുട്ടുകളിലേക്ക് അവൻ വഴുതി വീഴും. അങ്ങനെയാണ് പല ദുരന്തങ്ങളിൽ മനുഷ്യൻ പോയി ചേരുന്നത്. കാരണം അവൻ ദുരന്തം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തമല്ല. ആ ദുരന്തം പിന്നെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ മനസ്സുകൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കുന്ന കുറേ ദുരന്തങ്ങളുണ്ട്. അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഇപ്പോൾ മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ പല കൂട്ടുകെട്ടുകളിൽ പോയി വീഴും. പിന്നെ അതിൽ നിന്ന് പുറത്ത് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് തേടി ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ തൻ്റെ ഉള്ളിലുള്ള സമ്പത്ത്, സമാധാനം, ഇതിനെയൊക്കെ തുരങ്കം വയ്ക്കുന്നതാണ് ഈ കാമം. പലതരം ആഗ്രഹം. ഇപ്പോൾ ഓരോ ആഗ്രഹങ്ങൾ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയും ശരിക്കും മനസ്സിന് ഒരു ശക്തി വേണം. ആ ശക്തിയാണ് നമ്മൾ ഈ പാരായണങ്ങൾ കൊണ്ടും നാമജപങ്ങൾ കൊണ്ടും ധ്യാനം കൊണ്ടും ഒക്കെ നേടേണ്ടത്. അതിനാണ് സാധന എന്ന് പറയുക. അപ്പോൾ കാമമാണ് ആന്തര ശത്രു എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണൻ ഇവിടെ പറയുന്നത് ഒരു ആധ്യാത്മിക ഗുരുവിനെ പോലെയാണ് നമ്മളോട് സംസാരിക്കുന്നത്.
ആ ഒരു കാമം എന്ന് പറയുന്ന ഒരു ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള ഒരു ശത്രുവുണ്ട് എല്ലാവരുടെയും ഉള്ളിൽ. അതിൻ്റെ രഹസ്യ ദുർഗങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് കാമം ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ അതൊരു കോട്ട കെട്ടി നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണെന്നോ. എന്ത് ഭയങ്കര നല്ല ഉപമയാണെന്ന് നോക്കൂ. കാരണം ആ ഒരു ശത്രു, ആ ഒരു ഉള്ളിലിരിക്കുന്ന ശത്രു കോട്ട ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. ആ കോട്ടകൾ ഏതൊക്കെയാണ്? ഇന്ദ്രിയങ്ങളാകുന്ന കോട്ടകൾ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, പല രസങ്ങളുടെ പുറകെ നമ്മൾ പോകുന്നു. അപ്പോൾ മദ്യം ആവശ്യമാണ്, അത് കഴിക്കാൻ തൃഷ്ണയുള്ളവൻ അതിൻ്റെ രുചി, ആ നാവാണ് അതിൻ്റെ രുചി. അങ്ങനെ അതിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സ്, ബുദ്ധി, ഇവയൊക്കെ ദുർഗങ്ങളാണ്. അതിൻ്റെ ആന്തര ശത്രുവായിട്ടുള്ള കാമം എന്ന ആന്തര ശത്രുവിൻ്റെ ഉള്ളിലുള്ള ശത്രുവിൻ്റെ രഹസ്യമായിട്ടുള്ള കോട്ടകളാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ആ കോട്ടയിലിരിക്കുകയാണ് കാമം എന്ന ആ ഒരു ശത്രു. ആ ശത്രു പല വിഷയവസ്തുക്കളിൽ പ്രവർത്തിക്കുന്നു. എന്നിട്ട് ഇന്ദ്രിയങ്ങളാണ് അയാളുടെ പ്രവർത്തന രംഗം. ആ ഇന്ദ്രിയങ്ങളിലൂടെ പല ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും രുചിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം ഉള്ളിലേക്ക് വന്നു ചേരുന്നു. അങ്ങനെ വന്നു ചേരുമ്പോൾ ആ മനസ്സ് ആ കാമം കൊണ്ടും ഒരു ഭയങ്കരമായ ക്ലേശം അനുഭവിക്കുകയും അത് പിന്നെ ഉള്ളിൽ പലതരത്തിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യും ആ മനസ്സിൽ. അങ്ങനെ ബുദ്ധിയും കാമത്തിൻ്റെ രക്ഷാസങ്കേതമായിട്ട് മാറുന്നു. അപ്പോൾ ആ ബുദ്ധിയെയും ആ കാമം പിടിച്ചടക്കി വയ്ക്കും. ആദ്യം കാമം ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് കയറുന്നു. പല ഇന്ദ്രിയങ്ങളിലൂടെയും കാമം പല ആഗ്രഹങ്ങളുണ്ടാകുന്നു. അത് മനസ്സിനെ ക്ലേശിപ്പിക്കുന്നു. അതിനുശേഷം അത് ബുദ്ധിയെയും കൂടെ അത് കൈയടക്കി നല്ല തീരുമാനങ്ങളെടുക്കാൻ അവന് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുക. അതുകൊണ്ടല്ല ലഹരി. ഇപ്പം ലഹരിയുടെ ഉപയോഗം, അമിതമായ ഉപയോഗം എന്ന് പറയുന്നത് അത് നല്ലതല്ല എന്ന് അറിഞ്ഞിട്ടും നമ്മുടെ കുട്ടികളും ഒക്കെ ലഹരികൾക്ക് അടിമയാവുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ബുദ്ധിയെ, ആ വിവേചന ശക്തി എന്ന് പറയുന്ന ബുദ്ധിയാണ്. ആ ബുദ്ധിയെ പോലും ഈ കാമം തൻ്റെ ആ ഒരു സങ്കേതത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ എന്ത് നല്ല എന്താ പറയുക ഉപമയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആ വിഡ്ഢിയായിട്ടുള്ള ജീവാത്മാവ് വിഡ്ഢി തന്നെയാണ്. കാരണം അവന് ഇത്രയും വിശിഷ്ടമായ ബുദ്ധിശക്തി തന്നിട്ട് അവൻ തൻ്റെ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ വെറുതെ ആ കാമത്തിന് വിട്ടുകൊടുക്കുകയാണ്. മാത്രമല്ല പല എന്താ പറയുക ബാഹ്യമായ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുന്നു. എന്നാൽ അവൻ്റെ ഉള്ളിൽ നല്ല വിവേചന ശക്തിയുണ്ട്, അത് ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നെ അത് ഉപയോഗപ്പെടുത്തും എപ്പോഴാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. അപ്പോഴേക്കും നേരം വളരെ വൈകിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്നെ ഇത് കേൾക്കുന്ന യുവജനങ്ങളാണെങ്കിലും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇത് ബാധകമാണ്. നിങ്ങളുടെ വിവേചന ശക്തി ഉപയോഗിക്കുക, നല്ലതും ചീത്തയും മനസ്സിലാക്കുക എന്ന് ഞാനല്ല പറയുന്നത്, ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ നമ്മുടെ ആ ഒരു എല്ലാ നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിലെ പ്രവർത്തനങ്ങളെയും ബുദ്ധിയെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പല ശ്ലോകങ്ങളും നമുക്ക് അർജുനനിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ പറയുന്നു, വ്യാമോഹിതനായിട്ടാണ്, പല വ്യാമോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ള ഈ ജീവാത്മാവ് വിവേകമില്ലാതെ മനസ്സുമായിട്ട് ചേർന്നിട്ട് പല വികാരങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി പലതും ചെയ്തു കൂട്ടുന്നു. അങ്ങനെ എന്നിട്ട് അത് ബുദ്ധിയെയും കൂടെ അത് തൻ്റെ സ്വാധീനത്തിൽ ഉപയോഗിക്കും. കാരണം ബുദ്ധിയെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പോലും അത് സമ്മതിക്കില്ല. അങ്ങനെ വിവേകത്തെയും ബുദ്ധിയെയും ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് സുഖം അനുഭവിച്ച ആ സുഖത്തിൻ്റെ സ്മരണയിൽ ഇങ്ങനെ മുഴുകി വീണ്ടും ദുഃഖത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളാണ് കാമത്തിൻ്റെ ഇരിപ്പിടങ്ങളെന്ന് പറയുന്നു: ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി. ഈ 3 സ്ഥലങ്ങൾ അവിടെ നിന്ന് കാമത്തെ തുരത്തി ഓടിക്കുന്നവൻ ഈ ജീവിതത്തിൽ സ്ഥിരമായ സന്തോഷവും സുഖവും ശാന്തിയും അനുഭവിക്കും എന്നും ആ ആന്തരശക്തി, ആ ഉള്ളിലിരിക്കുന്ന ആ ശത്രുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യം തന്നെ അതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ശ്ലോകം ഭഗവാൻ സമർപ്പിക്കുന്നു. അപ്പോൾ എന്താണ് ഒന്നും കൂടെ ശ്ലോകം ചൊല്ലാം.
ശ്ലോകം 40 കർമ്മയോഗം ചാപ്റ്റർ 3. ഇന്ദ്രിയാണി മനോബുദ്ധിരസ്യാധിഷ്ഠാനമുച്യതേ ഏതർവിമോഹേത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഈ കാമത്തിൻ്റെ ഇരിപ്പിടമെന്ന് പറയപ്പെടുന്നു. ഈ കാമം അവയെ കൊണ്ട് ജ്ഞാനത്തെ മറച്ചിട്ട് ജീവനെ മോഹിപ്പിക്കുന്നു. ആ ജീവനെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവത്ഗീത പോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയും പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഭഗവാന് സമർപ്പിക്കുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.